ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നാളെ നടക്കുന്ന മാത്സ് എക്സാമിന്റെ 8ാം ക്ലാസ്സിലെ പുതിയ സിലബസ് ആണ്. പുതിയ സിലബസിലെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യുന്ന കുറച്ച് ടിപ്സ് ആണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഇറക്കാം. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് ഒരു കൂൾ ഓഫ് ടൈം ഉണ്ട്. ABCD എന്ന് 4 സെക്ഷനിലായിട്ട് മൊത്തം നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 10, 16, 18 ക്വസ്റ്റ്യൻസ് ആണ് വരാം. 16 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാം, ചിലപ്പോൾ അത് 18 വരെ ആവാം. ഓക്കെ, അപ്പോൾ അതിൽ എയും ബിയും എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? നമുക്ക് അങ്ങനെ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 4 ക്വസ്റ്റ്യനിൽ നിന്ന് 4 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. 8.5 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 8.5നെ 8 + 0.5 ഹോൾ സ്ക്വയർ എഴുതണം. A + B ഹോൾ സ്ക്വയർ എന്ന ഫോർമാറ്റിലാണ്. അപ്പോൾ സെൻട്രലുള്ള നമ്പർ ഫിൽ ചെയ്യാൻ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാവുന്നതാണ്. ഇനി സെക്ഷൻ ബി എന്ന് പറയുന്നത് 2 മാർക്കാണ്. 2 മാർക്കിന്റെ 4 ക്വസ്റ്റ്യനാണ് നമ്മൾക്ക് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ 5ാമത്തെ ചോദ്യം റെഗുലർ പോളിഗണിന് 10 സൈഡ് ഉണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് ഇന്നർ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ -2 × 180. ഒരു റെഗുലർ പോളിഗണിന്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ എല്ലാ ആംഗിളും കൂടി ഔട്ടർ ആംഗിൾ 360 കിട്ടും. അത് ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്ര സൈഡ് ഉണ്ടോ അത് ബൈ ആണ്. ഈ 3 കാര്യങ്ങൾ അറിഞ്ഞാൽ ഈസി ആയിട്ട് ഈ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 65നെ 8² + 1² എഴുതിയിട്ടുണ്ട്. അത് നമ്പർ പാറ്റേൺ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. കോമൺ സെൻസ് മാത്രം ഉപയോഗിച്ചാൽ മാത്രം മതി. സെക്ഷൻ സിയിലേക്ക് വരുമ്പോൾ 3 മാർക്കിന്റെ 4 ചോദ്യമാണ് ആൻസർ ചെയ്യേണ്ടത്. അവിടെയും പാറ്റേൺ ഉണ്ട്, അവിടെയും നമുക്ക് വളരെ എളുപ്പമായുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ 50² - 49² ഒക്കെ നമുക്ക് A² - B² എന്നുള്ള ഇക്വേഷൻ ഫോർമാറ്റിലോ അല്ലാതെ രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 9ാമത്തെ ചോദ്യത്തിൽ എയും ബിയും ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ എയോ ബിയോ ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി. 10ന് 11നും ഓർ ക്വസ്റ്റ്യൻ ഇല്ല, 12ന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ 4 ചോദ്യങ്ങളോട് ആൻസർ ചെയ്യേണ്ടത്. ഈ സെക്ഷൻ ഡിയിലേക്ക് വരാം. 4 മാർക്കിന്റെ ചോദ്യം 4 എണ്ണമാണ് നമുക്ക് അവിടെ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 13ാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അതിന്റെ വീഡിയോ ഓൾറെഡി നമ്മൾ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിലുണ്ട്. കലണ്ടറിന്റെ ബേസ് ചെയ്തിട്ടുള്ള എങ്ങനെയാണ് അതിന്റെ ഒരു ഡയഗണലിന്റെ ഇതും അതുപോലെ തന്നെ അതിന്റെ ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ചോദ്യമാണ്. വളരെ സിമ്പിളാണ്. 14ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, 15നും ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. 16ാമത്തെയും നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ഓർ ക്വസ്റ്റ്യൻ ഇല്ല. അപ്പോൾ ഫുൾ മാർക്കും ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷയിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിയട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ പെട്ടെന്ന് കമന്റ് ചെയ്യുക. അതിന്റെ വീഡിയോകൾ അതിനുള്ള സൊല്യൂഷൻസ് നമ്മൾ യൂട്യൂബിൽ കൂടെ തരുന്നതാണ്. നമുക്ക് മറ്റു വീഡിയോ വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട്.